ആകാശത്ത് തെളിയുന്ന ഒരു മനോഹരമായ വില്ല്. ഇതാണ് പുണർദത്തിന്റെ പ്രതീകം. പുനർ എന്നാൽ വീണ്ടും, വസു എന്നാൽ ഐശ്വര്യം. അതായത് നഷ്ടപ്പെട്ട ഐശ്വര്യം തിരികെ ലഭിക്കുന്നവൻ എന്നാണ് ഈ നക്ഷത്രത്തിന്റെ അർത്ഥം. അതിഥിയാണ് ഇതിന്റെ ദേവത. ദേവഗുരുവായ വ്യാഴമാണ് അധിപൻ. പുണർദക്കാർക്ക് വ്യാഴദശ എന്നത് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു കാലഘട്ടമാണ്. പുണർദം നക്ഷത്രക്കാർ ദേവഗണത്തിൽപ്പെട്ടവരും അതിന്റെ അധിപൻ വ്യാഴം തന്നെ ആയതുകൊണ്ടും ഈ ദശയിലെ ജനനം വളരെ ശുഭകരമായിട്ടാണ് ജ്യോതിഷം കണക്കാക്കുന്നത്. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന ദശാകാലങ്ങളും വയസ്സും ഒരു പൊതുവായ കണക്കുകൂട്ടലാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയം, തീയതി, സ്ഥലം എന്നിവ അനുസരിച്ച് ദശകൾ തുടങ്ങുന്ന പ്രായത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കൂടാതെ ജാതകത്തിലെ ഗ്രഹനിലയും യോഗങ്ങളും ഈ ഫലങ്ങളെ സ്വാധീനിക്കും. അതിനാൽ കൃത്യമായ വ്യക്തിഗത ഫലങ്ങൾക്കായി ഒരു വിദഗ്ധ ജ്യോതിഷിയുടെ ഉപദേശം തേടുക. പുണർദം നക്ഷത്രക്കാർ ഫീനിക്സ് പക്ഷികളെ പോലെയാണ്. ജീവിതത്തിൽ എത്ര വലിയ തകർച്ചയുണ്ടായാലും അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. വ്യാഴത്തിന്റെ സ്വാധീനമുള്ളതുകൊണ്ട് ഇവർ അതീവ ശാന്തരും നല്ല സ്വഭാവമുള്ളവരുമായിരിക്കും. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഇവർക്ക് പ്രത്യേക മടിയുണ്ടാവില്ല. ഇവർ വളരെ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുന്നവരാണ്. വിശാല മനസ്സ്, സൗമ്യത എന്നിവ ഈ നക്ഷത്രക്കാരുടെ മുഖമുദ്രയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു മാത്രമേ ഇവർ ഇടപെടുകയുള്ളൂ. ഈ നക്ഷത്രക്കാർക്ക് ഈശ്വരവിശ്വാസം കൂടുതലായിരിക്കും. രാമന്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും ഇവർ. പണം ധൂർത്തടിക്കാതെ സൂക്ഷിച്ചു വെക്കാനും കൃത്യമായ സമയത്ത് അത് ഉപയോഗിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവാണ്. വീടിനോടും കുടുംബത്തോടും അതീവ സ്നേഹമുള്ളവരാണിവർ. എവിടെ പോയാലും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാൻ ഇവർ ആഗ്രഹിക്കും. വാഗ്വാദത്തിലൂടെ പുണർദക്കാരെ എതിർക്കാൻ സാധിക്കില്ല. സാമ്പത്തികം ശരാശരി മാത്രമായിരിക്കും. പൊതുവെ സുഹൃത്തുക്കൾ കുറവായിരിക്കും. സന്താനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്ര ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുകയില്ല. ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും. നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. യാത്രാക്ലേശം, അപകടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രക്കാർ വ്യാഴദശയിലാണ് ജനിക്കുന്നത്. ജനനം മുതൽ ഏകദേശം 16 വർഷം വരെ നീണ്ടു നിൽക്കുന്ന വ്യാഴദശയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വ്യാഴദശ പുണർദക്കാർ ഒരു കുടുംബത്തിൽ ജനിക്കുന്നത് തന്നെ ആ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവന്നുകൊണ്ടാണ്. കുട്ടി ജനിച്ച ശേഷം പിതാവിനോ കുടുംബത്തിനോ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയോ പുതിയ വീട് വെക്കുകയോ വാങ്ങുകയോ ജോലിയിൽ ഉയർച്ച ലഭിക്കുകയോ ചെയ്യുന്നത് സാധാരണമാണ്. മറ്റുള്ളവരുടെ സ്നേഹവും ലാളനയും ഈ കുട്ടിക്ക് സമൃദ്ധമായി ലഭിക്കും. വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ഈ നക്ഷത്രത്തിലുള്ള കുട്ടികൾ പൊതുവെ ശാന്ത സ്വഭാവക്കാരായിരിക്കും. മറ്റു കുട്ടികളെ പോലെ അമിതമായ വികൃതിയോ വാശിയോ ഇവർക്ക് കുറവായിരിക്കും. മുതിർന്നവരെ ബഹുമാനിക്കാനും ദൈവകാര്യങ്ങളിൽ ശ്രദ്ധ നൽകാനും ഇവർക്ക് സ്വാഭാവികമായ ഒരു ചായ്വുണ്ടാകും. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇവർ അതീവ മിടുക്കരായിരിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. അറിവ് സമ്പാദിക്കാനുള്ള ആഗ്രഹം വളരെ നേരത്തെ തന്നെ ഇവരിൽ പ്രകടമാകും. ഭാഷകൾ കൈകാര്യം ചെയ്യാനും സാഹിത്യം, കലകൾ എന്നിവയിൽ താല്പര്യം കാണിക്കാനും വ്യാഴദശ സഹായിക്കും. ശൈശവത്തിൽ ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടേക്കാം. പ്രത്യേകിച്ച് അലർജി, കഫക്കെട്ട് അല്ലെങ്കിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ. എന്നാൽ വ്യാഴം അധിപനായതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഗുരുതരമാകാതെ പെട്ടെന്ന് ഭേദമാകും. നമുക്ക് പാദങ്ങൾ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നോക്കാം. പുണർദത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ മിഥുനം രാശിയിലും 4ാം പാദം കർക്കിടകം രാശിയിലുമാണ്. ഇതിനനുസരിച്ച് വ്യാഴദശയുടെ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മിഥുനം രാശിയിലുള്ളവർക്ക് ബുധന്റെ രാശി ആയതുകൊണ്ട് ഈ കുട്ടികൾ അതീവ ബുദ്ധിശാലികളും സംസാരപ്രിയരും ആയിരിക്കും. കണക്കിലും യുക്തിചിന്തയിലും ഇവർ മിടുക്ക് കാണിക്കും. കർക്കിടകം രാശിയിലുള്ളവർ പുണർദത്തിന്റെ ഏറ്റവും മികച്ച പാദമാണിത്. ഇവിടെ വ്യാഴം ഉച്ചത്തിലാണ്. ഈ പാദത്തിൽ ജനിക്കുന്ന കുട്ടികൾ അതീവ ഭാഗ്യവാന്മാരായിരിക്കും. അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് വലിയ സ്നേഹവും ആനുകൂല്യങ്ങളും ലഭിക്കും. പുണർദം എന്നാൽ വീണ്ടും ഐശ്വര്യം എന്നാണ്. വ്യാഴദശയുടെ അവസാന ഘട്ടത്തിൽ ഏകദേശം 14-16 വയസ്സിൽ തനിക്ക് ലഭിച്ച സൗകര്യങ്ങൾക്കും അറിവിനും ഒരു മാറ്റം സംഭവിക്കുന്നത് ഇവർ തിരിച്ചറിയും. തുടർന്നു വരുന്ന ശനിദശയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് വ്യാഴദശയുടെ അവസാനം. വ്യാഴദശയുടെ നന്മകൾ നിലനിർത്താൻ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്.
കുട്ടികൾക്ക് വേണ്ടി വെണ്ണ നിവേദ്യം നടത്തുന്നതും മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതാണ്. വ്യാഴദശയുടെ ആ സുരക്ഷിതത്വത്തിൽ നിന്ന് ജീവിതത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും പുണർദം നക്ഷത്രക്കാർ ചുവടുവെക്കുന്നത് 19 വർഷം നീണ്ടു നിൽക്കുന്ന ശനിദശയിലേക്കാണ്. ഏകദേശം 16 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം ഒരു ജ്യോതിഷിയുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മിനുക്കുപണി നടക്കുന്ന സമയമാണ്. പുണർദക്കാർക്ക് ശനിദശ അല്പം സങ്കീർണമാണ്. കാരണം പുണർദം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴവും ശനിയും തമ്മിൽ ജ്യോതിഷപരമായി ഒരു സമഭാവം ആണുള്ളത്. അതുകൊണ്ട് ഈ 19 വർഷക്കാലം നിങ്ങൾക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന ഒരു കാലമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സമയത്താണ് ശനിദശ തുടങ്ങുന്നത്. വ്യാഴദശയിലെ ഈസി വാക്കിംഗ് ഇവിടെ അവസാനിക്കുന്നു. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഫലം ലഭിക്കൂ എന്ന അവസ്ഥ വരും. കരിയറിന്റെ തുടക്കത്തിൽ പല തവണ പരിശ്രമിക്കേണ്ടി വരികയോ പുണർദത്തിന്റെ സ്വഭാവം പോലെ തന്നെ ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ അല്പം താമസം ഉണ്ടാവുകയോ ചെയ്യാം. പക്ഷേ ഈ കാലതാമസം നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും. പുണർദം നക്ഷത്രക്കാർ ശനിദശയിൽ പഠനത്തിനോ ജോലിക്കോ വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണ്. ഇത് നിങ്ങൾക്ക് മാനസികമായി അല്പം വിഷമം ഉണ്ടാക്കുമെങ്കിലും സ്വയം പര്യാപ്തത നേടാൻ ഇത് സഹായിക്കും. കുടുംബത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ചുമലിൽ വന്നു ചേർന്നേക്കാം. സാമ്പത്തികമായി അല്പം ഞെരുക്കം അനുഭവപ്പെട്ടേക്കാമെങ്കിലും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി പണം സൂക്ഷിക്കാൻ ശനി നിങ്ങളെ പഠിപ്പിക്കും. 30 വയസ്സിന് ശേഷം സാമ്പത്തികമായി ഒരു സ്ഥിരത കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ദശയിലാണ് മിക്കവാറും പുണർദക്കാരുടെ വിവാഹം നടക്കുക. ശനിദശയിലെ വിവാഹം നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകും. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുണർദക്കാർക്ക് ശനിദശയിൽ പലപ്പോഴും ഒരു തോന്നൽ വരാം, എന്തുകൊണ്ട് എല്ലാം വൈകുന്നു എന്ന്. പക്ഷേ ഓർക്കുക, പുണർദം എന്നാൽ വീണ്ടും വരുന്നത് എന്നാണ്. ആദ്യ തവണ പരാജയപ്പെട്ടാലും 2ാം തവണ ശനി നിങ്ങൾക്ക് ഇരട്ടി മധുരം നൽകും. ശനി നിങ്ങളെ പരീക്ഷിക്കുന്നത് തകർക്കാനല്ല, മറിച്ച് വജ്രം പോലെ ഉറപ്പുള്ളവനാക്കി മാറ്റാനാണ്. നമുക്ക് മിഥുനക്കൂറിലെ പുണർദക്കാരെ നോക്കാം. ഈ ദശയിൽ ഇവർക്ക് ശനി ഭാഗ്യസ്ഥാനാധിപൻ കൂടിയായതുകൊണ്ട് വിദേശ യാത്രകൾക്കും ദൂരസ്ഥലങ്ങളിലെ ജോലിക്കും വലിയ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിലെ പുണർദക്കാർക്ക് ശനി 7ാം ഭാവാധിപൻ കൂടിയായതുകൊണ്ട് പങ്കാളിയുമായുള്ള കൂട്ടായ പരിശ്രമത്തിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാം. വാദസംബന്ധമായ അസുഖങ്ങൾ, നടുവേദന അല്ലെങ്കിൽ അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവ ഈ 19 വർഷത്തിനിടയിൽ വരാതെ ശ്രദ്ധിക്കണം. കൃത്യമായ വ്യായാമവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും. ശനിദശയുടെ കാഠിന്യം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്. എള്ളുപായസമോ നീരാജനമോ വഴിപാടായി നൽകാം. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നതും തൊഴിലാളികളോട് കരുണ കാണിക്കുന്നതും ശനിയെ പ്രീണിപ്പിക്കാൻ സഹായിക്കും. ശനിദശയുടെ കഠിനാധ്വാനത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം പുണർദം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സജീവവും സാമ്പത്തികമായി ഉന്നതിയിലുള്ളതുമായ ബുധദശയിലേക്ക് പ്രവേശിക്കുന്നു. ഏകദേശം 35 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള ഈ 17 വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഫലശേഖരണ കാലം. പുണർദക്കാർക്ക് ബുധൻ വളരെ പ്രധാനപ്പെട്ട ഗ്രഹമാണ്. കാരണം പുണർദത്തിന്റെ 3/4 ഭാഗവും നിൽക്കുന്നത് ബുധന്റെ സ്വന്തം രാശിയായ മിഥുനത്തിലാണ്. അതുകൊണ്ട് ഈ ദശയിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഉണർവ് അനുഭവിക്കും. ശനിദശയിൽ നിങ്ങൾ വിതച്ചതിന്റെ ഫലം കൊയ്യുന്നത് ബുധദശയിലാണ്. നിങ്ങളുടെ ബുദ്ധിശക്തിയും സംസാരശേഷിയും ഈ സമയത്ത് ഉച്ചസ്ഥായിയിലായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും എഴുത്ത്, ബാങ്കിംഗ്, അധ്യാപനം, IT തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ 17 വർഷം സുവർണകാലമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിൽ വിജയിക്കാനും നിങ്ങൾക്ക് സാധിക്കും. പണം സമ്പാദിക്കുന്നതിനേക്കാൾ അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾ അതീവ ജാഗ്രത കാണിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. വസ്തു വാങ്ങാനോ വീട് പണി പൂർത്തിയാക്കാനോ ഈ ദശ നിങ്ങളെ സഹായിക്കും. പുണർദത്തിന്റെ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുക എന്ന സ്വഭാവം ഈ കാലയളവിൽ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രകടമാകും.
മക്കളുടെ ഉന്നമനത്തിനായി നിങ്ങൾ ഈ സമയത്ത് കൂടുതൽ സമയം കണ്ടെത്തും. നിങ്ങളുടെ വാക്കുകൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും വലിയ വില ലഭിക്കും. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഈ പ്രായത്തിലും കുറയില്ല. സാങ്കേതിക വിദ്യയിലോ ആത്മീയ വിജ്ഞാനത്തിലോ നിങ്ങൾ കൂടുതൽ അവഗാഹം നേടും. പുണർദക്കാരുടെ തനതായ സഹിഷ്ണുതയും ബുധന്റെ യുക്തിയും ചേരുമ്പോൾ നിങ്ങൾ ഒരു മികച്ച കൗൺസിലറായി സമൂഹത്തിൽ അറിയപ്പെടും. ഈ കാലയളവിൽ പുണർദക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ബുധൻ ദ്വസ്വഭാവ ഗ്രഹമായതുകൊണ്ട് ഇടയ്ക്ക് ചെറിയ തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. മിഥുനക്കൂറിലെ പുണർദക്കാരെ പറ്റി നോക്കാം. ഇവർക്ക് ബുധൻ ലഗ്നാധിപനും സുഖാധിപനും കൂടിയായതുകൊണ്ട് എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകും. കർക്കിടകക്കൂറിലെ പുണർദക്കാർക്ക് ബുധൻ 12ാം ഭാവാധിപൻ കൂടിയായതുകൊണ്ട് വിദേശ യാത്രകൾക്കോ വിദേശത്തു നിന്നുള്ള നേട്ടങ്ങൾക്കോ സാധ്യതയുണ്ട്. നാഡീ സംബന്ധമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അമിതമായ ചിന്ത മൂലം ഉറക്കക്കുറവ് എന്നിവ വരാതെ ശ്രദ്ധിക്കണം. ചർമ്മ സംബന്ധമായ ചെറിയ അലർജികൾ ഉണ്ടായേക്കാം. കൃത്യമായ വിശ്രമം അത്യാവശ്യമാണ്. ബുധദശയുടെ ഗുണഫലങ്ങൾക്കായി ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുന്നത് അതീവ ഉത്തമമാണ്. പച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നതും വിദ്യാലയങ്ങളിൽ പഠന സാമഗ്രികൾ ദാനം ചെയ്യുന്നതും ബുധപ്രീതിക്ക് സഹായിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ബുധദശയുടെ തിരക്കുകൾക്കും ബഹളങ്ങൾക്കും ശേഷം പുണർദം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിലെ അതീവ നിഗൂഢവും എന്നാൽ പരിവർത്തനപരവുമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കേതുദശ 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ഈ 7 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയമായ വിശ്രമവേള ആണെന്ന് ഒരു ജ്യോതിഷി എന്ന നിലയിൽ എനിക്ക് പറയാം. പുണർദക്കാർക്ക് കേതുദശ നൽകുന്ന അനുഭവങ്ങൾ വളരെ സവിശേഷമാണ്. ബുധദശയിൽ നിങ്ങൾ നേടിയെടുത്ത സമ്പാദ്യങ്ങളോടും പദവികളോടും ഒരു തരം വിരക്തി ഈ പ്രായത്തിൽ തോന്നിത്തുടങ്ങും. ഇത്രയും കാലം ഓടിയിട്ട് എന്ത് നേടി എന്ന ചിന്ത നിങ്ങളെ അലട്ടും. പുണർദത്തിന്റെ പ്രതീകമായ വില്ല് വിശ്രമിക്കാൻ തുടങ്ങുന്ന സമയമാണിത്. പുറം ലോകത്തെ ബഹളങ്ങളെക്കാൾ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. പുണർദം നക്ഷത്രത്തിന്റെ ദേവത അതിഥിയാണ്, ദേവമാതാവ്. കേതുദശയിൽ ഈ നക്ഷത്രക്കാർക്ക് ദൈവീകമായ കാര്യങ്ങളോടും ദർശനങ്ങളോടും വലിയ താല്പര്യം വരും. തീർത്ഥാടനങ്ങൾക്കും യോഗ, ധ്യാനം തുടങ്ങിയവയ്ക്കും നിങ്ങൾ സമയം കണ്ടെത്തും. ശാസ്ത്രീയമായ അറിവിനേക്കാൾ നിഗൂഢമായ അറിവുകൾ നിങ്ങളെ ആകർഷിക്കും. കുടുംബത്തിൽ നിങ്ങളൊരു നിസ്സംഗൻ, അതായത് ഒരു സൈലന്റ് ഒബ്സർവർ ആയി മാറും. മക്കൾക്ക് അവരുടെ വഴിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ഉപദേശങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. എങ്കിലും ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒറ്റപ്പെടൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനെ ഒരു പരീക്ഷണമായി കാണാതെ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരമായി കാണുക. പുണർദത്തിന്റെ പ്രത്യേകത ഇവിടെയും പ്രവർത്തിക്കും. കേതുദശയുടെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടെന്ന് തോന്നിയാലും അത് പണമോ ബന്ധങ്ങളോ ആകാം. ദശയുടെ അവസാനത്തോടെ അത് പുതിയൊരു രൂപത്തിൽ കൂടുതൽ മൂല്യമുള്ളതായി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. ഈ 7 വർഷത്തിനിടയിൽ പുണർദക്കാർ പുതിയ ബിസിനസ്സുകളിലോ വലിയ നിക്ഷേപങ്ങളിലോ എടുത്തു ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ കാലുകളിൽ ചെറിയ വേദനയോ കണ്ടേക്കാം. മാനസികമായ സമാധാനം നിലനിർത്താൻ ശ്വസന വ്യായാമങ്ങൾ സഹായിക്കും. കേതു മോക്ഷകാരകനായതുകൊണ്ട് ഈ ദശ കഴിയുമ്പോഴേക്കും നിങ്ങൾ പഴയ പുണർദക്കാരനായിരിക്കില്ല. കൂടുതൽ ശാന്തനും പക്വമതിയുമായ ഒരു പുതിയ മനുഷ്യനായിരിക്കും. കേതുദശയുടെ ദോഷശമനത്തിന് ഗണപതി ഭഗവാനെ ഭജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഗണപതിക്ക് കർഗഹോമമോ മാലയോ സമർപ്പിക്കുക. അശരണായവർക്ക് ഭക്ഷണം നൽകുന്നതും നായ്ക്കൾക്ക് ആഹാരം നൽകുന്നതും കേതുപ്രീതിക്ക് വിശേഷമാണ്. ഈ 7 വർഷത്തെ ആത്മീയ പാഠങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വസന്തകാലം പോലെ കടന്നു വരുന്നത് 20 വർഷം നീളുന്ന ശുക്രദശയാണ്. കേതുദശയുടെ ആത്മീയമായ ഉൾവലിയലിന് ശേഷം പുണർദം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടത്തിലേക്ക്, ശുക്രദശയിലേക്ക് പ്രവേശിക്കുകയാണ്. 59 വയസ്സ് മുതൽ 79 വയസ്സ് വരെയുള്ള ഈ 20 വർഷം പുണർദക്കാരെ സംബന്ധിച്ച് അവരുടെ രാജയോഗ കാലമാണ്. പുണർദം നക്ഷത്രത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ട ഐശ്വര്യം തിരികെ ലഭിക്കുക എന്നതാണ്.
അതിന്റെ പൂർണ്ണതയിൽ അനുഭവപ്പെടുന്നത് ഈ ദശയിലാണ്. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ 60 വയസ്സിന് ശേഷം ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സുഖസൗകര്യങ്ങളും തിരികെ കൊണ്ടുവരും. നല്ല വീട്, വാഹനം, ആഭരണങ്ങൾ അല്ലെങ്കിൽ വിദേശയാത്രകൾ എന്നിവ ഈ പ്രായത്തിൽ നിങ്ങളെ തേടിയെത്തും. മക്കളൊക്കെ നിലയിലായി, ഇനി എനിക്ക് സമാധാനമായി ജീവിക്കാം എന്ന് നിങ്ങൾ സ്വയം പറയുന്ന കാലമാണിത്. പുണർതക്കാരായ കാരണവന്മാർ ഉള്ള കുടുംബത്തിൽ ഈ സമയത്ത് മംഗളകർമ്മങ്ങൾ ധാരാളമായി നടക്കും. മക്കളുടെ വിവാഹം, പേരക്കുട്ടികളുടെ ജനനം എന്നിവ നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. കുടുംബത്തിലെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയായി നിങ്ങൾ മാറും. നിങ്ങളുടെ വാക്കിന് കുടുംബത്തിൽ സർവ്വസമ്മതി ലഭിക്കുന്ന സമയമാണിത്. ശുക്രദശ പുണർതക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യമാണ് നൽകുക. പഴയ രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാനോ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സയിലൂടെ അവയെ നിയന്ത്രിക്കാനോ സാധിക്കും. ഒരു പ്രത്യേക തേജസ് ഈ പ്രായത്തിൽ നിങ്ങളുടെ മുഖത്ത് ദർശിക്കാൻ സാധിക്കും. എങ്കിലും പ്രമേഹം, ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വരാതെ ആഹാരക്രമത്തിൽ ശ്രദ്ധിക്കണം. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പഴയ ആഗ്രഹങ്ങൾ, പാട്ട്, എഴുത്ത്, യാത്രകൾ ഇവയൊക്കെ പൊടി തട്ടിയെടുക്കാൻ ശുക്രൻ നിങ്ങളെ പ്രേരിപ്പിക്കും. സമാന ചിന്തഗതിയുള്ള ആളുകളുമായി സമയം ചെലവഴിക്കാനും ക്ലബ്ബുകളിലോ സംഘടനകളിലോ സജീവമാകാനും നിങ്ങൾക്ക് സാധിക്കും. ഈ 20 വർഷം പുണർതക്കാർക്ക് പട്ടാഭിഷേക കാലമാണ്. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തി ഭരണം ഏറ്റെടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവസാനിച്ച് നിങ്ങൾ ആദരിക്കപ്പെടുന്ന സമയമാണിത്. കർക്കിടകക്കൂറിലെ പുണർതക്കാർക്ക് ഇവർക്ക് ശുക്രൻ 4ാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് വസ്തുവകകളിൽ നിന്നും കൃഷിയിൽ നിന്നും വലിയ ലാഭം ഈ പ്രായത്തിൽ ലഭിക്കും. മിഥുനക്കൂറിലെ പുണർതക്കാർക്ക് ശുക്രൻ 5ാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് മക്കളിലൂടെയും വിനോദങ്ങളിലൂടെയും വലിയ സന്തോഷം ലഭിക്കും. ശുക്രദശയുടെ നന്മകൾക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കും. ഈ ശുക്രദശയ്ക്ക് ശേഷം 79 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള 6 വർഷം സൂര്യദശയും തുടർന്ന് ചന്ദ്രദശയും കടന്നു വരുന്നു. ജീവിതത്തിന്റെ സായന്തനം അതീവ ശാന്തമായിരിക്കും. സൂര്യദശ 79 വയസ്സ് മുതൽ 85 വയസ്സ് വരെ 6 വർഷം. ശുക്രദശയുടെ ആഡംബരങ്ങൾക്ക് ശേഷം വരുന്ന സൂര്യദശ പുണർതക്കാർക്ക് ഒരു ആത്മീയ തേജസ് നൽകുന്ന കാലമാണ്. ഈ പ്രായത്തിൽ നിങ്ങൾ കുടുംബത്തിലെ പരമാധികാരിയായി മാറും. നിങ്ങളുടെ വാക്കിന് ഒരു വേദവാക്യത്തിന്റെ വില ലഭിക്കും. പാരമ്പര്യമായി കിട്ടിയ അറിവുകൾ കൂടുതലായി അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിലും ധർമ്മം അനുഷ്ഠിക്കുന്നതിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവാകും. പിതാവിൽ നിന്നോ പൂർവികരിൽ നിന്നോ ഉള്ള ആനുകൂല്യങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങളെ തേടിയെത്തും. ചന്ദ്രദശ 85 വയസ്സ് മുതൽ 95 വയസ്സ് വരെ 10 വർഷക്കാലം. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെ ഈ 10 വർഷം മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കും. ചന്ദ്രൻ മനസ്സിന്റെ ഗ്രഹമാണ്. എല്ലാ ഓട്ടങ്ങളും അവസാനിപ്പിച്ച് ഒരു പുഴയുടെ ശാന്തതയോടെ നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണും. അമ്മയുടെയോ സ്ത്രീ രൂപത്തിലുള്ള ദൈവങ്ങളുടെയോ പരിരക്ഷ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ പ്രായത്തിൽ അതീവ ഭക്തിയും മാനസികമായ ആനന്ദവും പുണർതക്കാർക്ക് ലഭിക്കും. ഫിനിക്സ് പക്ഷി അവസാനമായി തന്റെ ചിറകടക്കി സമാധാനത്തോടെ വിശ്രമിക്കുന്നത് പോലെയുള്ള ഒരു കാലമാണിത്. നഷ്ടപ്പെട്ട ഐശ്വര്യം വീണ്ടെടുക്കുന്നവൻ, അതാണ് പുണർദം നക്ഷത്രക്കാർ. ഈ വാക്കുകളിൽ തന്നെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സാരം. ശ്രീരാമചന്ദ്രന്റെ നക്ഷത്രമായ പുണർദത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ പോരാട്ടങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പ് അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് പോലെ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒടുവിൽ വിജയത്തിലെത്തുക തന്നെ ചെയ്യും. 50 വയസ്സിന് ശേഷമുള്ള നിങ്ങളുടെ സുവർണകാലം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഓർക്കുക, വീഴ്ചകൾ അവസാനമല്ല, മറിച്ച് കൂടുതൽ ഉയരത്തിൽ പറക്കാനുള്ള ഊർജമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.